നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സ്പീഡ് വേണേലും കുറച്ചുകൂടെ ആവാം കേട്ടോ. അതെ, ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന് ഇങ്ങനെ സ്പീഡ് കൂട്ടെന്ന് പറയുന്നതേ ട്രാഫിക് നിയമത്തിനെതിരാണ്. ഓ മാഡം, അപ്പൊ ട്രാഫിക് നിയമങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയോ? പിന്നല്ലാതെ, ട്രാഫിക് നിയമങ്ങൾ അണുവിട തെറ്റിക്കാതെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ആയിരിക്കും ഞാൻ. അയ്യോ, അയ്യോ, ഒരു പെൺകുട്ടി നമ്മുടെ വണ്ടി ഇടിച്ചു. നിധി, നീ ഇറങ്ങല്ലേ, വണ്ടി തന്നെ ഇരിക്കും, ഞാൻ നോക്കാം. ഈ കാറിന്റെ വരവ് കണ്ടപ്പോഴേ തോന്നി എവിടെയെങ്കിലും കൊണ്ട് ചാമ്പോന്നു. ഒരു പെണ്ണല്ലേ കാർ ഓടിച്ചത്, അവളോട് ഇറങ്ങി വരാൻ പറ. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. നിങ്ങൾ ആദ്യം ഈ കൊച്ചിനൊന്ന് എടുക്കാൻ നോക്ക്, എന്നിട്ട് മതി സംസാരമൊക്കെ. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞാണ് കുഴപ്പം. വഴിയെ മര്യാദയ്ക്ക് നടന്നുപോയ പെൺകൊച്ചിനെ ഇടിച്ചു തെറിപ്പിച്ചതും പോരാഞ്ഞിട്ട് നിന്ന് ന്യായം പറയുന്നു. ന്യായം പറഞ്ഞൊന്നും അല്ല. ആക്സിഡന്റ് ആയ ആളിനെ ആദ്യം ആശുപത്രി കൊണ്ടുപോവാം, പിന്നീടല്ലേ ബാക്കി കാര്യം. കുറച്ച് വെള്ളം കൊടുത്തോക്ക്. വെള്ളമൊന്നും കൊടുക്കണ്ട, അത് തീർന്നു കിടക്കുക. വണ്ടി ഓടിച്ച ആളടുത്ത് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയാം. ചേട്ടാ, നിങ്ങളും സമാധാനപ്പെട്. ആദ്യം ആക്സിഡന്റ് ആയ ആളെ ആശുപത്രി കൊണ്ടുപോട്ടെ. ശിവാനി, നിധി, ആക്സിഡന്റ് ആയത് നമ്മുടെ ശിവാനിക്ക. വേണ്ട, നീ ഇറങ്ങണ്ട. ഞാൻ അവിടെ ആശുപത്രി കൊണ്ടാണ് വഴി നോക്കട്ടെ. നിങ്ങൾ എന്തിനാ ഇറങ്ങണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആദ്യം ഇറക്കി വിടവരെ. ചേട്ടാ, ഈ കുട്ടി എന്റെ അനിയന്റെ ഭാര്യയാണ്. എത്രയും വേഗം ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ആരെങ്കിലും സഹായിക്കും പ്ലീസ്. വേഗം നിങ്ങൾ നോക്കി പെട്ടെന്ന്. ശിവാനി, ശിവാനി, എന്തായി? ശിവാനി പ്ലാൻ ചെയ്ത പോലെ തന്നെ നിധിയുടെ കാറിന് മുന്നിലേക്ക് അവൾ എടുത്തു ചാടിയോ? മനഃപൂർവ്വമാണെന്ന് ആർക്കും തോന്നിയില്ലല്ലോ. എന്റെ സാറേ, ഒരു റിയൽ ആക്സിഡന്റ് പോലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് നടക്കില്ല. ശിവാനിയെ നിധിയുടെ കാർ ഇടിച്ചു തെറിപ്പിച്ചോ? കുഴപ്പമെന്തെങ്കിലും ഉണ്ടോടാ അവക്ക്? കുഴപ്പമുണ്ടോന്നോ? സ്പോട്ടിൽ തന്നെ ബോധം പോയി. അമ്മാതിരി ഇടിയല്ലായിരുന്നോ? പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. ആന ചത്താലും ജീവിച്ചാലും ലക്ഷങ്ങളെന്ന് പറയുന്ന പോലെയാ ശിവാനിയുടെ കാര്യം. ഇനി അവള് ജീവിച്ചിരുന്നാലും മരിച്ചാലും നിധിക്കും ഗൗതമനും വിനയായി മാറും. നമ്മുടെ ആളുകളെയെല്ലാം സാക്ഷി പറയാൻ തയ്യാറാക്കി നിർത്തിക്കോണം. ആക്സിഡന്റ് സ്പോട്ടിൽ പോലീസ് വരുമ്പോഴും നമ്മുടെ ആൾക്കാരുണ്ടാവണം. ശരി, ഞാൻ നോക്കിക്കോളാം സർ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഒരനുകൂലല്ലോ, എന്ത് ചെയ്യും? നീ ഒന്ന് സമാധാനപ്പെടും. എന്താ സംഭവം? ആക്സിഡന്റ് ആണോ ഡോക്ടർ?
പേഷ്യന്റിന്റെ പേരും സ്കാനിങ്ങിനുള്ള ഏർപ്പാടേ. സിസ്റ്റർ മുറിവ് ക്ലീൻ ചെയ്യും. പിന്നെ ഡ്രിപ്പ് എടുത്തിട്ടെ. ഇങ്ങ് തന്നെ ഡോക്ടർ കുഴപ്പം വല്ലതും ഉണ്ടോ? പറയാം. തൽക്കാലം നിങ്ങൾ പുറത്തേക്ക്. സിസ്റ്റർ കുറച്ച് കോട്ടൺ കൂടെ എടുത്തേ. ശിവാനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഗൗതം, എനിക്ക് പേടിയാവുന്നു. നീ ഒന്ന് സമാധാനപ്പെട്, ടെൻഷൻ ആവാതിരിക്കുക. ഞാൻ എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും? ശിവാനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാ അമ്മാവനോടും അമ്മയോടും ഞാൻ എന്ത് പറയും? എനിക്കറിയില്ല എന്റെ ദൈവമേ. സംഭവിച്ചു. ഇനി അതിന്റെ പേരിൽ കരഞ്ഞ് നിലവിളിച്ചിട്ട് എന്താ കാര്യം? വരുന്നിടത്ത് വെച്ച് ഫേസ് ചെയ്യാം. ബർത്ത്ഡേ ഫംഗ്ഷനും കാറും ഒന്നും വേണ്ടെന്ന് ഞാൻ അന്നേ പറഞ്ഞത്. ഇപ്പൊ അതിങ്ങനെയായി. ഒരു സന്തോഷം അനുഭവിക്കാനുള്ള യോഗം എനിക്കില്ല. തൽക്കാലം ജീവൻ ആപത്തൊന്നുമില്ല. തലയുടെ പുറകിൽ ഒരു ഇഞ്ചുറി ഉണ്ട്. ബ്ലീഡിംഗ് നിന്നിട്ടുണ്ട്. പിന്നെ എക്സ്റേയും സ്കാനിങ്ങും കഴിഞ്ഞാൽ മാത്രമേ ഫൈനലായി എന്തെങ്കിലും പറയാൻ പറ്റൂ. ഫ്രാക്ചർ ഉണ്ടോ, ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടോ എന്നൊക്കെ നോക്കണം. അത് കഴിഞ്ഞ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. മഹേഷ് സാർ. സാർ. ശരി. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്, കം ഇൻ. പ്ലീസ് ബി സീറ്റഡ്. ഞാൻ ശിവാനിയുടെ റിപ്പോർട്ടുകൾ പരിശോധിച്ചു. സംഗതി അല്പം സീരിയസ് ആണല്ലോ. സീരിയസ് എന്ന് പറഞ്ഞാൽ ഇടുപ്പലിന് താഴെയായിട്ട് കോമ്പൗണ്ട് ഫ്രാക്ചറാണ്. അത് നേരെയാക്കണമെങ്കിൽ സർജറി അല്ലാതെ വേറെ മാർഗമില്ല. സർജറി വേണ്ടിവരുമെന്ന് മാത്രമല്ല, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുകയും വേണം. അത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ശിവാനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും പറയാൻ പറ്റൂ. അയ്യോ, അത്രയും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഇടുപ്പല്ല് പോലുള്ള ഭാഗത്ത് കാര്യമായ ഫ്രാക്ചർ പറ്റിക്കഴിഞ്ഞാൽ സർജറി ചെയ്ത് മാത്രമേ അത് ഭേദമാക്കാൻ പറ്റൂ.